എനിക്ക് സംസാരിക്കുകയില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കണം? കാരണം നമ്മളിങ്ങനെ രാവിലെ തൊട്ട് ഒരാൾ പറയുന്നത് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക, വേറൊരാൾ പറയുന്നത് കേട്ടോണ്ടിരിക്കുക, വേറൊരാൾ പറയുന്നത് കേട്ടോണ്ടിരിക്കുകയാണല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനാണ്? അതും കൂടി കേൾക്കാൻ ബാധ്യസ്ഥരല്ലേ? എനിക്കിത് ഇന്ന കാര്യം ഉണ്ടായിരുന്നു, അത് നടന്നില്ല. ഞാൻ ഇന്നലെ ഒരു കുടുംബയോഗത്തിൽ പോയി. ആ കുടുംബയോഗം ഇടക്കരയാണ്. അപ്പോൾ ഇടക്കരയിലെ പാലയമേട് അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ ജംഗ്ഷനിൽ ഒരു ശ്മശാനം ഒരു ശൗചാലയം ഉണ്ടാകും. അവിടെ ഒരു ശൗചാലയം പൊതുവായിട്ടില്ല. ഞാൻ പലരോടും പറഞ്ഞു, പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു, പലരോടും പറഞ്ഞു, നടന്നില്ല. അതൊന്ന് ശരിയാക്കി തരുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇനിയും പറയും. ഒരു ആദിവാസി സ്ത്രീ പാവം 6 സെൻറ്റ് ഭൂമിയുണ്ട്. അവർക്ക് 6 സെൻറ്റ് ഭൂമി ഉണ്ടായിട്ടും ഒരു വീട് വെച്ച് കൊടുക്കാൻ, ആദിവാസിയാണ്, എസ് ടി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് എല്ലാം കൊടുക്കണം, പൈസ ലാപ്സായി പോകണം. പക്ഷെ അവർ പല വാതിലും മുട്ടി അവർക്ക് വീടില്ല. ഇങ്ങനെ കുറേ കാര്യങ്ങൾ. ഞാൻ പങ്കെടുത്തത് ഒരു വെളിച്ചമില്ലാത്ത ഒരു കോളനിയിലാണ്, പിലിമേട് പാലയമേട്, ഏതൊരു കോളനി, പേരെനിക്ക് വന്നില്ല. അവിടെ വെളിച്ചമില്ല. അപ്പോൾ മീറ്റിംഗ് കഴിഞ്ഞിട്ട് അവരെന്നോട് പോകുമ്പോൾ ചെറിയ കുട്ടികൾ അങ്ങനെ നടക്കുക. ഞാൻ നടന്നങ്ങനെ പോകുമ്പോൾ 2 വെള്ളിക്കട്ടം പാമ്പ്. അവ അവർ പറയുന്നുണ്ട്, അവർക്ക് പിന്നെ ഇതൊരു വിഷയമില്ലാത്ത ചേട്ടാ മാറി കേട്ടോ എന്ന് പറഞ്ഞാൽ അതിനെന്തൊക്കെയോ കാട്ടിക്കാവും. അപ്പോൾ ഇരുട്ടാണ് ആ കോളനിയിൽ. ജയിച്ചതാരാന്ന് അറിയുന്നത്? ജയിച്ചത് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റാണ്. ആ പഞ്ചായത്ത് പ്രസിഡന്റ് ജയിക്കുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ജയിച്ചത്. അപ്പോൾ ഇവർ ഈ 3 കാര്യം പറഞ്ഞു. ഞാൻ ഒരു കാര്യം പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഇനി ഈ കോളനി ആരും വോട്ട് ചെയ്യാൻ പോണ്ട, BJPക്ക് വോട്ട് ചെയ്യണ്ട, നിങ്ങളിനി വോട്ട് ചെയ്യില്ല എന്ന് തീരുമാനം എടുക്കും. നിങ്ങളുടെ നാട്ടിലെ ഈ കോളനിയിൽ നല്ല വെളിച്ചം വരാതെ വോട്ട് ചെയ്യില്ല എന്ന് തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് പറ്റുമെന്ന് ചോദിച്ചു. ഞങ്ങൾ കൂടിയിട്ടുണ്ടോ? എല്ലാ സ്ത്രീകളും പറഞ്ഞു, തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിന്നാൽ ചെയ്യാവുന്നത്. പിന്നെ രാവിലെ അവർ നമ്മളുടെ ആൾക്കാരെല്ലാം കൂടി അവിടെ കോളനിയിൽ അത് എഴുതി വെച്ചു, ഞങ്ങൾ വോട്ട് ചെയ്യാൻ തരുന്നില്ല. ഒരാൾ ഇവിടുന്ന് വോട്ട് ചെയ്യില്ല, കോളനി നിവാസികൾ. അപ്പുറത്ത് നമ്മൾ BJP വെച്ചു. അപ്പോഴേക്കും കോൺഗ്രസ്സുകാർ വന്നു. കോൺഗ്രസ് പ്രസിഡന്റ് ജയിച്ച സ്ഥലമാണ്. കോൺഗ്രസ്സുകാർ വന്നത് ആ സാധനം എടുത്ത് കീറിക്കളയാൻ നോക്കി. അപ്പോഴേക്കും ആൾക്കാർ വന്നു, മീഡിയ വന്നു, ചാനലുകാർ വന്നു, കാണിച്ചു. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും അവിടെ വെളിച്ചം വന്നു. വെളിച്ചം വന്നപ്പോൾ അവരെല്ലാവരും പറഞ്ഞു, ഞങ്ങൾ BJPക്കാണ് വോട്ട് ചെയ്യാൻ. BJPയാണ് വെളിച്ചം വന്നത്. ഇന്നലെ ശൗചാലയത്തിൻ്റെ കാര്യം പറഞ്ഞു. ഞാൻ രാത്രി 10 മണിക്ക് ജോർജ് കുര്യനെ വിളിച്ചു, മന്ത്രിയെ. ഞാൻ പറഞ്ഞു, തൻ്റെ MP ഫണ്ടിൽ നിന്ന് ഇവിടെ ഒരു ശൗചാലയം കൊടുക്കണം. ഇന്നലെ രാത്രി 10 മണിക്ക് നമ്മൾ സംസാരിച്ച 10:30 ശൗചാലയം റെഡി. അത് പറഞ്ഞു, പഞ്ചായത്ത് സ്ഥലം വന്നാൽ അവിടെ ഞങ്ങൾ ശൗചാലയം കേന്ദ്ര ഗവൺമെൻറ് ചെയ്തു കൊടുക്കും. നമ്മളിന്ന് പഞ്ചായത്തിൽ പോയി പറഞ്ഞു, നിങ്ങൾ സ്ഥലം വന്നാൽ ഞങ്ങൾ ശൗചാലയം തരാം. ആദിവാസി ആ സ്ത്രീയുടെ സ്ഥലത്തിൻ്റെ വിഷയം ഞാൻ പറഞ്ഞു, വീഡിയോ കാണിച്ചത് എന്തായാലും. ആദിവാസി ആ സ്ത്രീ സംസാരിച്ച കാര്യം നമ്മളപ്പോൾ തന്നെ സുരേഷ് ഗോപിയെ അറിയിച്ചു. ഞാൻ നേരിട്ട് സുരേഷ് ഗോപിയെ വിളിച്ചു. സുരേഷ് ഗോപിയോട് പറഞ്ഞു, ഇങ്ങനൊരു പ്രശ്നമുണ്ട്, നമ്മളൊന്ന് പരിഹരിക്കണം. സുരേഷ് ഗോപി പറഞ്ഞു, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എടുത്തോളൂ, നമുക്ക് ആ വീട് വെച്ച് കൊടുക്കേണ്ട കാര്യം നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് ഇന്നലെ തന്നെ ആ സ്ത്രീയോട് സംസാരിച്ചു. സുരേഷ് ഗോപിയായിട്ട് സംസാരിച്ച കാര്യവും നമ്മൾ ആ സ്ത്രീക്ക് കൊടുത്തു. നമ്മൾ ഈ വെറുതെ വന്ന് കുറേ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പോകുന്നതിനപ്പുറത്ത് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യാനും കൂടി ശ്രമിക്കണം. ആ ചെയ്യാൻ ശ്രമിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ പാലക്കാട് മേഖലാ സെക്രട്ടറി ആയിട്ടുള്ള പ്രേമമാഷും മറ്റും BJPയുടെ സമാരാധനായ നേതാക്കളും പങ്കെടുക്കുന്ന ഒരു യോഗമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ യോഗത്തിൽ വെച്ച് നമ്മുടെ എടക്കര പഞ്ചായത്തിലെ 3-ാം വാർഡിലെ ST വിഭാഗത്തിലെ ഒരു അമ്മയുടെ സങ്കടം ബോധിപ്പിക്കുകയുണ്ടായി. ആ അമ്മ സ്വന്തമായി 10-25 വർഷമായിട്ട് സ്ഥലം 6 സെന്റ് സ്ഥലമുണ്ട്. എന്നാൽ മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാർ ഇത്ര കാലമായിട്ട് അതിനൊരു വീട് വെക്കാനുള്ള സംവിധാനങ്ങൾ ഇതുവരെ ഒരുക്കിയിട്ടില്ല, പറഞ്ഞു പറ്റിക്കുകയാണെന്നാണ് ഈ യോഗത്തിൽ വെച്ച് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ആ അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നോക്കാം. സുരേഷ് ഗോപി സാർ.
ഇത് ഇന്നലെ സുരേഷ് ഗോപിക്ക് ഞാൻ അയച്ചു കൊടുത്തു. ഇന്ന് എനിക്ക് റിപ്ലൈ വന്നിട്ടുണ്ട്. നമുക്കത് പരിഹരിക്കാം, നിലമ്പൂർ വരുമ്പം നമുക്ക് സംസാരിക്കാം, അവർക്ക് വീടിന് വേണ്ട സൗകര്യം ചെയ്ത് കൊടുക്കാം എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ചില കാര്യങ്ങൾ ഇപ്പോൾ വഴിവിളക്ക് തെളിഞ്ഞത് നമ്മുടെ ഇടപെടൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ധാരാളം ഉണ്ടാവും. കേവലം രാഷ്ട്രീയം പറഞ്ഞ് നമ്മൾ അത് പറഞ്ഞ് നമ്മൾ കുറേ രാഷ്ട്രീയം ഇത് പറഞ്ഞിട്ടല്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയം വെറും രാഷ്ട്രീയമല്ല, ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാനുള്ള രാഷ്ട്രീയമാണ്. അദ്ദേഹത്തിൻ്റെ പദ്ധതികൾ ധാരാളമാണ്. ഈ പദ്ധതികളൊന്നും നമ്മുടെ ആൾക്കാർ അറിയില്ല. ഈ പെൺകുട്ടികൾ, ഇവിടെയുള്ള കുട്ടികൾ, എത്ര കുട്ടികൾ സുകന്യ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്, എത്ര കുട്ടികൾ, എത്ര അമ്മമാർ, എത്ര സഹോദരിമാർ ഗർഭിണിയാവുമ്പോൾ അവരുമായി ബന്ധപ്പെട്ട മാതൃബന്ധന പരിപാടികളൊക്കെയുള്ള എത്രയോ പദ്ധതികളുണ്ട്. നിങ്ങളുടെ ചില ആവശ്യങ്ങളുണ്ടാവും, നിങ്ങളുടെ വീട്ടിലുള്ള ചില ആവശ്യങ്ങളുണ്ടാവും. ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ കേവലം വോട്ടിന് വേണ്ടി വന്ന് വോട്ട് ചോദിച്ച് നമസ്തേ അടിച്ച് പോകുന്നതിന് പകരം നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇതേപോലെ ഇന്നലെ ചോദിച്ച പോലെ ഞാൻ ചോദിക്കുകയാണ്, ഈ ഇരിക്കുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ എന്നോട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അവിടെ ഇന്ന് പറഞ്ഞു. ഈ പഞ്ചായത്തിൽ ഒരു പൊതു ശ്മശാനമുണ്ട്, ഉണ്ടായിരുന്നു. ആ ശ്മശാനത്തിലാണ് ഇപ്പോൾ ഈ ജൻജീവൻ പദ്ധതിയുടെ ടാഗ് പഞ്ചായത്ത് സ്ഥാപിക്കുന്നത്. അപ്പോൾ അവിടെ മഴവേല സംവിധാനം നിൽക്കാൻ പോകണം. അപ്പോൾ അതിനുള്ള സംവിധാനം ചെയ്യും. ഒന്നും കൂടി പറയുന്നത് ഈ പഞ്ചായത്തിൽ ഈ ഹൈദരാബാദ് ശ്മശാനമല്ല, പഞ്ചായത്തിന് ശ്മശാനം. അവിടെയാണ് ജൽജീവൻ മിഷന്റെ ടാങ്ക് നിർമ്മിക്കാൻ അവർ പദ്ധതി ഇട്ടത്. അതായത് പഞ്ചായത്ത് ഭരണസമിതി LDF-UDF-ആണ് ഇവിടെ ഒരു ഒറ്റക്കെട്ടായിട്ട് തീരുമാനിച്ചു. അപ്പൊ അങ്ങനെ അത് ഞങ്ങൾ പ്രക്ഷോഭം നടത്തിയപ്പോൾ അത് അവിടെ തൽക്കാലം സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുക. അതൊരു വിഷയമാണ്. ആ വിഷയമാണ്. പക്ഷെ ആ വിഷയത്തിൽ ജൽജീവൻ പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള വേറെ സ്ഥലമുണ്ടോ പഞ്ചായത്ത്? എങ്ങനെ ആ ഉണ്ട്, സ്ഥലം വാങ്ങാനുള്ള ഫണ്ടുണ്ട്, അവർ മേടിച്ചില്ല. കണ്ട് അവര് കുന്നാണ് നോക്കുന്നത്. ശരി, അതൊരു ജനറൽ ഇഷ്യൂ, അത് BJP ഇഷ്യൂ, ഇവിടുത്തെ സംഘടന ചെയ്യേണ്ട ഇഷ്യൂ ആണ്. ഓക്കെ, ഞാനിവിടെ നിന്നൊന്നും പോയില്ല, ഞാൻ ഇവിടുത്തെ പ്രധാനിയാണ്. നോക്കാം. പിന്നെന്താ, ഏതെങ്കിലും ആളുകൾക്ക് പേഴ്സണലായി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ഇല്ലെങ്കിൽ ഞാൻ 2-3 കാര്യം പറഞ്ഞ നമസ്തേ ശരി. പ്രത്യേകിച്ചൊന്നും പറയാനില്ല എന്ന് എനിക്ക് മനസ്സിലായി. നമ്മളെല്ലാവരും വലിയ കുഴപ്പമില്ലാതെ സംതൃപ്തമായിട്ടുള്ള ജീവിതം നയിക്കുകയെന്ന് മനസ്സിലായി. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നോ നമ്മൾക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. നമുക്ക് ചെയ്യാൻ പറ്റാവുന്നതൊക്കെ ചെയ്തു തരും. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് വാസ്തവത്തിൽ ആവശ്യമില്ലാത്തൊരു തെരഞ്ഞെടുപ്പാണ്, ഒരു കാര്യമില്ലാത്ത തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ മത്സരിക്കണ്ടെന്ന് വരെ തീരുമാനിച്ചതാണ്. കാരണം 7 മാസം കഴിഞ്ഞാൽ വീണ്ടും ഇതേപോലെ തന്നെ യോഗം നടത്തിയിട്ട് വീണ്ടും തെരഞ്ഞെടുപ്പ് വരും. അപ്പോൾ നരേന്ദ്രമോദിയുടെ ഒരു തീരുമാനമുണ്ട്, എന്താ, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്. അതായത് 5 വർഷത്തിലൊരു തെരഞ്ഞെടുപ്പ് മതി. ആ തീരുമാനത്തെ ഇവന്മാർ അംഗീകരിക്കുന്നില്ല. നരേന്ദ്രമോദി എന്ത് പറഞ്ഞാലും അംഗീകരിക്കില്ല. നരേന്ദ്രമോദി നല്ലത് പറഞ്ഞാലും അംഗീകരിക്കില്ല. ഞാനിന്ന് ഒരു പഞ്ചായത്തിൽ പോത്തുകല്ല അങ്ങനെ ഒരു പഞ്ചായത്തിൽ പോയി. ഞാനൊരു വീട്ടിൽ കയറിയ ഒരു മുസ്ലിം പെൺകുട്ടിയാണ്. ആ മുസ്ലിം പെൺകുട്ടി, ഇതിൽ ആരെങ്കിലും ഉണ്ടോ മുസ്ലിം കുടുംബം? ഉണ്ടോ? ഒരു മുസ്ലിം കുടുംബത്തിൽ കയറി. ആ കുട്ടി ഒരു 17 വയസ്സുള്ളൂ, നല്ല കുട്ടിയാണ്. അതിനോട് ചോദിച്ചു, നീ എന്താ ചെയ്യണമെന്ന് ചോദിച്ചു. ആ കുട്ടി പഠിക്കുക, +2. ഞാൻ പറഞ്ഞു, നിനക്ക് പഠിക്കണോ അതോ 17 വയസ്സിൽ കല്യാണം കഴിച്ചിട്ട് 21 വയസ്സാകുമ്പോൾ 5 കുട്ടികളായിട്ട് നടക്കണം, ഏത് വേണം? അപ്പോൾ ആ കുട്ടി പറഞ്ഞു, എനിക്ക് പഠിക്കണം. പഠിച്ച് നിനക്ക് എന്താവണം? എനിക്ക് ഡോക്ടറാവണം. ഇത് കേട്ടിട്ട് അതിൻ്റെ അമ്മ ഉള്ളിൽ നിന്ന് വെളി വന്നു. അപ്പോൾ ഉള്ളിൽ നിന്ന് വന്ന് അമ്മ പറഞ്ഞു, എൻ്റെ മോളെ പഠിപ്പിക്കണം സാറേ, ഞങ്ങളുടെ ആഗ്രഹം അതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ അച്ഛനോ? അച്ഛൻ പോയി, അച്ഛൻ ഉപേക്ഷിച്ച് പോയി. അപ്പോൾ അച്ഛൻ ഉപേക്ഷിച്ച് തലാക്ക് പറഞ്ഞ് പോയി. ഈ കുട്ടി പഠിക്കാൻ ആഗ്രഹിക്കുക. ഈ കുട്ടി 17 വയസ്സുള്ള കുട്ടിക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടിയെ എങ്ങനെയെങ്കിലും കല്യാണം കഴിപ്പിച്ച് അയക്കാനായിരിക്കും അവരുടെ സമുദായം നോക്കുക. പക്ഷേ നരേന്ദ്രമോദി ഒരു തീരുമാനം കൊണ്ടുവന്നു. ആ തീരുമാനമാണ് 21 വയസ്സ് പെൺകുട്ടിയുടെ വിവാഹകാലം. 21 വയസ്സ്. ഞാനിപ്പോൾ പറഞ്ഞു, എൻ്റെ മകൾ 27 കല്യാണം കഴിപ്പിക്കാൻ നേരത്തെ കല്യാണം കഴിപ്പിക്കാം. പക്ഷേ പെൺകുട്ടികൾ നേരത്തെ കല്യാണം കഴിച്ച് പോകുന്നതിന് പകരം പെൺകുട്ടികൾ പഠിക്കണം. ഈ ഇരിക്കുന്ന ഓരോ കുട്ടികളെയും ഈ ഇരിക്കുന്ന അമ്മമാർ പഠിപ്പിക്കണം, നല്ല നല്ല പൊസിഷനിലേക്ക് എത്തിക്കണം. അപ്പോൾ ആ കുട്ടിയോട് ഞാൻ പറഞ്ഞു, നീ പഠിക്കണം, നീ പഠിക്കാൻ
നിനക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന എല്ലാ ബാങ്കിൻ്റെ മുദ്രാ ലോണ്, വിദ്യാഭ്യാസ ലോണൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ലോൺ എടുക്കണം. പഠിക്കണം എന്ന് പറഞ്ഞു. ആ തീരുമാനത്തെ, ആ പഠിക്കാൻ വേണ്ടിയുള്ള നരേന്ദ്രമോദിയുടെ കഴിക്കാവൂ എന്ന നരേന്ദ്രമോദിയുടെ തീരുമാനത്തെ എതിർത്തുകാരാ? ഇവിടുത്തെ ഇടതുപക്ഷമാണ്. എന്തിനാ എതിർത്തുകാരാ? ഇവിടുത്തെ വലതുപക്ഷമാണ്. എന്തിനാ എതിർത്ത്? ഇവർക്കൊക്കെ ഈ പെൺകുട്ടികളുടെ ഭാവിയോ ഈ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരണം ഇതൊന്നും ഇവർക്ക് ചിന്തയില്ല. ഇവർക്ക് മലപ്പുറത്തെ കുറേ ആൾക്കാരുടെ വോട്ട് കിട്ടണം. മലപ്പുറത്തെ കുറേ ആളുകളുടെ വോട്ട് കിട്ടണം. പെൺകുട്ടികൾ വേദിയിൽ കയറാൻ പാടില്ല, പെൺകുട്ടികളെ നേരെ കാണാൻ പാടില്ല. എന്തൊരു കഷ്ടമായത്. അപ്പോൾ ഈ വോട്ടിന് വേണ്ടിയിട്ടാണ് 17 വയസ്സിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഈ സ്ത്രീ പറഞ്ഞു, ആ സ്ത്രീ പറയണം, അപ്പം എൻ്റെ ഭർത്താവ് ഉപേക്ഷിച്ച് പോയി, തലാഖ് ചൊല്ലിപ്പോയി. 17 വയസ്സിൽ കല്യാണം കഴിച്ചാൽ 5 വർഷമാകുമ്പോൾ 5 കുട്ടികളുമായിട്ട് ഇത് വീട്ടിലേക്ക് വരികയാണ്. ഇവരുടെ സൗകര്യത്തിന് 5, 6, 7, 8 കല്യാണം കഴിച്ചാൽ മറ്റാണ്. ഇതിനെ ചോദ്യം ചെയ്യാൻ ഒരു രാഷ്ട്രീയ പാർട്ടി ഇല്ലെന്ന്. ഇതിനെ ചോദ്യം ചെയ്ത ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് നരേന്ദ്രമോദി. അതുകൊണ്ടാണ് ട്രിപ്പിൾ തലാഖ് നിയമം കൊണ്ടുവന്നത്. ഈ ട്രിപ്പിൾ തലാഖ് നിയമം എന്താ? ആ നിയമം നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല, വക്കീലുമാർക്ക് അറിയാം. ആ നിയമം 1987 സുന്ദരിയായ ഒരു സ്ത്രീ, അവളുടെ പേരായിരുന്നു ഷബാന. നല്ല കാണാൻ ഭംഗിയുള്ള സ്ത്രീ രാത്രി കിടന്നുറങ്ങുന്നു. രാവിലെ എഴുന്നേറ്റപ്പോൾ ഭർത്താവ് അഡ്വക്കേറ്റ് ഖാൻ അയാൾ പറയാണ്, നീ മാറിയപ്പോൾ എന്നെ പുറത്താക്കി. ആ സ്ത്രീ ചോദിച്ചു, രാത്രി കിടന്നുറങ്ങിയിട്ട് രാവിലെ ആകുമ്പോഴേക്കും എന്നെ പുറത്താക്കാൻ ഞാൻ എന്താ ചെയ്തത്? ഞാൻ നിങ്ങളെ കൂടെ കിടന്നുറങ്ങിയല്ലേ? രാത്രി 12 മണിക്ക് നിൻ്റെ പെരുമാറ്റം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്ത് പെരുമാറ്റമെന്ന് എനിക്കറിയില്ല. രാത്രി 12 മണിക്ക് എന്തോ പെരുമാറ്റം ഇഷ്ടപ്പെട്ടില്ല, അതാണ് ഈ പറയണേ. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഞാൻ ഉറങ്ങുന്നില്ലേ, രാവിലെ ആയപ്പോഴേക്കും നിങ്ങൾ എന്നെ ഉപേക്ഷിക്കാൻ, കൂടുതൽ എനിക്ക് സംസാരിക്കണ്ട, തലാഖ് 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 കഴിഞ്ഞു, പണി കഴിഞ്ഞു. അപ്പം ഈ തലാഖ് എന്ന് പറയാം, തലാഖ്. അപ്പോൾ ഈ ട്രിപ്പിൾ മുത്തലാഖ്, ഈ തലാഖ് ചൊല്ലുന്നത് ഈ സ്ത്രീ നേരെ കൊണ്ടുപോയിട്ട് ട്രിപ്പിൾ തലാഖിന് എതിരായിട്ട് ഈ സ്ത്രീ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തു. സുപ്രീം കോടതി ഷബാനു കേസിൽ വിധി വന്നു. അന്ന് രാജീവ് ഗാന്ധിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. രാജീവ് ഗാന്ധിയോട് പറഞ്ഞു, നിങ്ങൾ ഇതിനെതിരായിട്ട് നിയമം കൊണ്ടുവരണം, ഈ ട്രിപ്പിൾ തലാഖിനെതിരായിട്ടുള്ള നിയമം കൊണ്ടുവരണം. സുപ്രീം കോടതി പറഞ്ഞു, കോൺഗ്രസ്സുകാർ കൊണ്ടുവന്നോ, രാജീവ് ഗാന്ധി കൊണ്ടുവന്നോ, അതിനുശേഷം വന്ന് ഏതെങ്കിലും ആളുകൾ കൊണ്ടുവന്നില്ല. എന്താ കൊണ്ടുവരാഞ്ഞ്? ഈ മലപ്പുറം ഏരിയയും ഇങ്ങനെയുള്ള മുസ്ലിങ്ങളെ എട്ടുകെട്ടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ വോട്ട് പോയിരിക്കാൻ. ഈ നാട്ടിലെ പെൺകുട്ടികളെ, മുസ്ലിം ആയാലും ക്രിസ്ത്യാനിലും, ഈ നാട്ടിലെ പെൺകുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കണം. BJPയുടെ തീരുമാനം അതാണ്. അതുകൊണ്ടാണ് BJP ആ ട്രിപ്പിൾ തലാഖ് നിയമം കൊണ്ടുവന്നത്. ഇപ്പം തലാഖ് പറഞ്ഞിട്ട് ഒരുത്തൻ ഖാനിനെ മാതിരി ഒരുത്തൻ രാത്രി കിടന്നുറങ്ങി രാവിലെ തലാഖില്ലേ അവൻ ജയിലിൽ പോയി കിടക്കും. നിയമം വന്നു. പക്ഷെ ആ നിയമത്തിന് ആര് എതിർക്കുന്നു? കോൺഗ്രസ് എതിർക്കുന്നു, കമ്മ്യൂണിസ്റ്റ് എതിർക്കുന്നു. അപ്പോൾ വാസ്തവത്തിൽ നല്ല നിയമങ്ങൾ കൊണ്ടുവരികയും നല്ല കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുമ്പോൾ അതിനെ എതിർക്കുകയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയുന്നത്, നിങ്ങൾ ഈ ഇരിക്കുന്ന അമ്മമാർ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ ഈ ഇരിക്കുന്ന തലമുറയ്ക്ക് നാളെ ഈ നാട്ടിൽ ജീവിക്കണോ വേണ്ടേ? നിങ്ങളെടുക്കുന്ന സാരിയും നിങ്ങളെടുക്കുന്ന ഡ്രസ്സും ഇട്ടിട്ട് ഈ കുഞ്ഞുങ്ങൾക്ക് നാളെ ജീവിക്കണമെങ്കിൽ ഞാൻ അത്രേ പറയുള്ളൂ. അത്ര പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നവരുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ ജീവിക്കുന്നത് പോലെ ജീവിക്കാൻ, ഇവിടെ പൊട്ട് തൊട്ടിട്ട് ഇവിടെ പൊട്ട് തൊടാൻ ഇന്ന് നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ, ഈ കുട്ടികൾക്ക് കഴിയണമെങ്കിൽ ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഈ നാട്ടിൽ ഉണ്ടായാൽ സാധ്യമാവും. അതാണ് BJP. അപ്പോൾ ഈ ഇരിക്കുന്ന അമ്മ ഞാൻ ഗൗരവത്തിൽ സംസാരിക്കാം. ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഷർട്ട് മുൻകൊടുത്ത് പുറപ്പെട്ടു. എൻ്റെ കയ്യിൽ പൈസ നിലവാക്കി ഇവിടെ നടക്കാനാണ്. ഇപ്പോൾ വീട്ടിൽ ഇനി എപ്പോഴും എത്താൻ